ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടുക്കാച്ചി റെസിപ്പി ആയിട്ടാണ്. ട്രെൻഡിങ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ട്രെൻഡിങ് ആണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സാധാരണ ട്രെൻഡിങ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡോട് കൂടി കഴിയും, പക്ഷേ ഇത് നമുക്ക് എപ്പോൾ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ നോമ്പുറക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തൊക്കെ കേട്ടാ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, നിങ്ങളത് ഷെയർ ചെയ്യുകയും ചെയ്യും, ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. അങ്ങനെ തന്നെയല്ലേ ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു മൂടിച്ചെമ്പ്, അതായത് സ്റ്റീമർ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസുമ്മൽ വെച്ചിട്ടുണ്ട്. സത്യം പറയാലോ, ഞാൻ എടുത്തിട്ടുള്ള 2-3 വീഡിയോസ് എന്നോട് കട്ടായി പോയിട്ടുണ്ട്. ചിക്കന് മസാല എല്ലാം പെരക്കി വെക്കുന്നതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, എന്നോട് അറിയാണ്ട് ഡിലീറ്റ് ആയിപ്പോയി. അപ്പം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ഒരു ഇഡ്ഡലി തട്ടിൽ ഞാൻ നെയ്യെല്ലാം തടവിയിട്ട് വെക്കുന്നുണ്ട്. ഇതിലാണ് നമ്മുടെ ഫുൾ പ്രോഗ്രാം നടക്കുന്നത്. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ വെച്ചു കൊടുക്കുന്നത് ചിക്കനാണ്. ചിക്കനിലെ മുളകും മഞ്ഞളും ഉപ്പും ചേർത്ത് മിക്സാക്കി എടുത്തിട്ടുള്ളതാണ്. സാധാരണ നോർമലായിട്ട് വെക്കുന്ന കാണല്, പക്ഷേ നമുക്ക് സ്പൈസിയാണ് ഇഷ്ടം, അതുകൊണ്ട് മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് രണ്ടാമത്തെ തട്ടിലും കുറച്ച് വെക്കുന്നുണ്ട്. കാരണം നമുക്ക് 2 ഐറ്റം ഉണ്ടാക്കണം. ഒരു മസാല ഉണ്ട്, 2 തരം വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നോമ്പിന് പണികൾ വേഗം കഴിയും. അടുത്തതായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഞാൻ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 മുട്ടയെ വേണ്ടുള്ളൂ. ഇതുപോലത്തെ വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ കുറച്ച് ആൾക്കാർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പിന്നെ ചെയ്യാൻ എന്നിട്ട് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഉണങ്ങിയ ചുവന്ന കായ്മുളക് ഒരു 5-6 വെച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 6 വെളുത്തുള്ളിയും വെച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ വെളുത്തുള്ളി വലുതായ കൊണ്ടാണ് 6. നാട്ടിലത്തെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ചുവന്ന കായ്മുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം, ഇത് നല്ല സ്പൈസിയാണ്. വേറൊരു മസാലയും ഞാനിതിൽ പിന്നെ ചേർത്തിട്ടേ ഇല്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ്, ഞാൻ 10 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. മൂടി തുറക്കലും മൂടി അടക്കലെല്ലാം ഞാൻ അമനെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചൊരു ടൈറ്റ് ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് തോന്നിയിട്ടുള്ളത് ചിക്കൻ വെന്ത് കിട്ടുമെന്നാണ്. പക്ഷെങ്കിൽ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ചിക്കന് ചെറുങ്ങനെ പിച്ചി എടുക്കാൻ വേണ്ടിയിട്ട് അമ്മൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്, അതവൻ ചെയ്തോളും. ഇനി ബാക്കിയുള്ള വെജീസ് എല്ലാം ഞാനിങ്ങനെ കുനുകുനാന്നരിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളി ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, കുക്കുംബർ ഉണ്ട്, തക്കാളി ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ്. എല്ലാം കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കട്ട് ചെയ്യാൻ സഹായിച്ചത് നമ്മളെ ചോപ്പറാണ്. പണികളെല്ലാം എളുപ്പമാക്കി തന്ന ചോപ്പറിന് 1000 നന്ദി. ഇല്ലെങ്കിൽ ഞാൻ കുറേ വിഷമിച്ചേനെ, കാരണം കുറേ ടൈമാവും ചെറുതായിട്ട് കത്തി കൊണ്ടെല്ലാം കട്ട് ചെയ്യുമ്പോൾ. പ്രത്യേകിച്ചിട്ട് ഞാൻ അസറെല്ലാം നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് ഇറങ്ങല്. അപ്പം തന്നെ വേഗം സമയം പോവും. ഇനി ഞാൻ ചെറിയൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും 5 കായ് മുളകും, 1 കായ് മുളക് ഞാനവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അഥവാ എരി കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് ചീസാണ്, ചെഡാർ ചീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിലർ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഞാനിപ്പം ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഇല്ലെങ്കിൽ അത് വേണമെന്നില്ല. അതുപോലെ കുറച്ച് ഉപ്പും, പിന്നെ ഇത് അരപ്പിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് സുർക്ക, അതായത് വിനാഗിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ഒരു മസാലയിലാണ് ഇട്ട് കൊടുക്കുന്നത്, ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ഡൈനാമൈറ്റ് സോസിൻ്റെ കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്പൈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഇതിൽ നമ്മൾ ഒട്ടും ഓയിലൊന്നും ചേർക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇത് കുറേ നേരം എല്ലാം വെക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയുകയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് അത്ര ഐഡിയ ഇല്ല. ഇനി ഞാനൊരു ബൗളിലേക്ക് കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിയിൽ നിന്നെല്ലാം പച്ചക്കറികൾ മാറ്റി വെക്കുന്ന മക്കളാണെങ്കിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫുള്ള് കഴിക്കും, ഒന്നും മാറ്റി വെക്കൂല. ഇനി ഈ ഒരു മയോണീസ് ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മയോണീസ് ഉണ്ടല്ലോ, നമുക്ക് വേറെ എല്ലാത്തിനും ഉപയോഗിക്കാനും പറ്റും കേട്ടാ. വേറെ ഇനി നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാനെല്ലാം ഇത് നല്ലതാണ്. അത് മാത്രമല്ല ഈ ഒരു ഫില്ലിങ് കറക്റ്റാണ്. എനിക്ക് 2 തരം ഐറ്റംസും നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഞാൻ സുർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സുർക്കയും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് സൂപ്പറായി. ഇതിൽ കുരുമുളകിൻ്റെ പൊടിയോ അല്ലെങ്കിൽ വേറെ പൊടികളൊന്നും ഇട്ട് കൊടുക്കണമെന്നേ ഇല്ല. ഒരു നല്ലൊരു സ്പൈസി ഫില്ലിങ് കിട്ടിയിട്ടുണ്ട്. ഹസ്ബൻഡ് പറഞ്ഞത് ഒരു ഇറാനി ഷവർമ കഴിക്കുന്ന പോലെയല്ലേ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ഇതിലേക്ക് പിച്ചി എടുത്തിട്ടുള്ള ചിക്കനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ ഒരു ഫില്ലിങ് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക, അത് മയോണീസ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു കളർ
കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫില്ലിങ് ഞാനൊരു ഭാഗത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്തെടുക്കുന്നത് ചപ്പാത്തി വെച്ചിട്ട് ഒരു വ്രാപ്പ് ഫില്ലിംഗ് ആണ്. ഈ മസാലയും കുറച്ച് വെജീസ് എല്ലാം വെച്ചിട്ട് ചപ്പാത്തി വ്രാപ്പ് ചെയ്തെടുക്കുന്നതാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട്. ചിലര് ടോർട്ടില്ല, അതുപോലെ തന്നെ കുബൂസ്, പിന്നെ ബ്രെഡ് എല്ലാം കൊണ്ടും ചെയ്യുന്നുണ്ട് കേട്ടാ. ഇതിനെ കൊണ്ട് തന്നെ കുറേ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 2 എണ്ണമാണ് ഇപ്പം കാണിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ സമയം ലാഭവും ചെയ്യുന്നുണ്ട് കേട്ടാ. മസാലയെല്ലാം വാട്ടി മൈദപ്പൊടിയെല്ലാം കുഴച്ച് ഇങ്ങനെയൊന്നും ചെയ്യണമെന്നേ ഇല്ല. ഇത്തരം ഈസി ആയിട്ട് ട്രിക്കെല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം പണികൾ കഴിഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ ചെയ്തതിനോട്ട് ചപ്പാത്തിൻ്റെ ഒരു ഭാഗം ഞാനിങ്ങനെ മുറിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് റാപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള കക്കിരിയോ അതുപോലെ തന്നെ തക്കാളി അങ്ങനെയെല്ലാം വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് അറ്റത്ത് തേച്ച് കൊടുത്തിട്ട് റാപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മക്കൾസിനെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചിട്ട് അവരയിൽ തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല. തക്കാളി ഇതുപോലെ പച്ചക്ക് കഴിക്കുന്നത് അവർക്ക് അത്ര ഇഷ്ടമല്ല. ഈ ഒരു വീഡിയോ എടുക്കുന്നത് 4ാമത്തെ നോമ്പുറൻ്റെ ടൈമിനാണ്. ഈ ഒരു നോമ്പുറക്ക് ഒരു സ്പെഷ്യലും കൂടിയുണ്ട്. എൻ്റെ 2ാമത്തെ മോളും കൂടിയും ആദ്യമായിട്ട് നോമ്പ് നോറ്റിട്ടുണ്ട്. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അപ്പം നോമ്പ് തുറക്കാനായിട്ടുണ്ട്. അപ്പോൾ കാത്തു നിന്നിട്ടുണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട്. ഗ്യാസ് മേലെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് ഇതിലേക്ക് അൺസാൾട്ടഡ് ബട്ടർ, അതായത് ഉപ്പില്ലാത്ത ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ബട്ടർ ഇടണമെന്നേ ഇല്ല. കാരണം ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാക്സിമം കിട്ടുന്നത് അത്രയും ആക്കി എടുക്കുക. കാരണം നോമ്പ് തുറക്കുന്ന ടൈമിന് ജ്യൂസും അതുപോലെ ഫ്രൂട്ടും കഴിച്ചു കഴിഞ്ഞാൽ 1 or 2 കഴിക്കും, അത്രേ കഴിക്കുള്ളൂ. അതിലപ്പുറം കഴിക്കാൻ പറ്റൂല, വയറ് നിറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നെടുത്ത് കഴിക്കും കേട്ടാ. ഈ ഒരു ചപ്പാത്തിൻ്റെ വ്രാപ്പ് ഞാനിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടാ. ചുടാല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സംഭവം അടിപൊളിയാണ്. ഇത് മക്കൾക്ക് സ്കൂളിലേക്കെല്ലാം കൊടുക്കുകയും ചെയ്യാം, വൈകുന്നേരം എല്ലാം ചായക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടാ. അങ്ങനെ എല്ലാം കൂടി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ പ്ലേറ്റിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവും. ചപ്പാത്തി എന്തായാലും ഉണ്ടാക്കാത്തവരും ഉണ്ടാവില്ലല്ലോ. അത് മാത്രമല്ല ടോർട്ടില്ലയും കുബൂസ് ഉണ്ടെങ്കിൽ കുബൂസിനെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ടോർട്ടില്ല ആകുമ്പം കുറച്ച് കഴിഞ്ഞാലും ഇത് സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കും. ചപ്പാത്തി പോലെയല്ല, ചപ്പാത്തി കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായിരിക്കും. ഇത് ചൂടാല കഴിക്കാനാണ് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ചപ്പാത്തിൻ്റെ പകുതി എടുത്തിട്ട് ആക്കിയെടുക്കാം. അന്നേരം നമുക്ക് എക്സ്ട്രാ കൂടുതൽ കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് റാപ്പ് ചെയ്തെടുക്കാനും പറ്റും. ഞാൻ നിങ്ങൾക്ക് 2 തരത്തിൽ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ചപ്പാത്തി ഫുള്ളായിട്ട് വ്രാപ്പ് ചെയ്യാം, പിന്നെ ഇതുപോലെ ആക്കി എടുക്കാനും പറ്റും. നല്ല രീതിക്ക് സൗണ്ടെല്ലാം കൊടുക്കണം എന്ന് വിചാരിച്ചതാ. പക്ഷേ എൻ്റെ സൗണ്ട് കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നുണ്ട്. കുറച്ചൊന്നും മാറിയിട്ടുണ്ട്. കാരണം കാലാവസ്ഥയെല്ലാം ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാന്ന് തോന്നുന്നു. ഒരു ടൈമിനാണ് ഇവിടെ തണുപ്പ് പിടിക്കലും പനി വരുത്തും എല്ലാം ചെയ്യല്. തണുപ്പിന്ന് ചൂടിലേക്ക് പോകുമ്പോൾ ചൂടിന്ന് തണുപ്പിലേക്ക് പോകുമ്പോൾ എല്ലാം. അപ്പം ഈ ഒരു സംഭവം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഉണ്ടാക്കുന്ന ഈ ഒരു സ്നാക്ക് മക്കൾസിൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചതല്ല, ചപ്പാത്തി കൊണ്ട് തന്നെ എയർ ഫ്രയറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കാണിക്കാന്ന് വിചാരിച്ചതാ, പക്ഷെ പറ്റിയിട്ടില്ല. ഇനി ഞാനൊരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഈ മുട്ടയിലേക്ക് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിയിട്ട് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് ബ്രെഡ് എടുക്കുന്നുണ്ട്. എത്രയാണെന്നൊന്നും ഇല്ല കേട്ടാ. അപ്പം അത് സെറ്റ് ആവുന്നത് നോക്കിയെടുക്കാന്ന് വിചാരിച്ചു. 2 ബ്രെഡ് എടുത്തിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ റൗണ്ട് ഷേപ്പുള്ള ഒരു മോൾഡ് എടുത്തിട്ടാണ് മുറിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ മൂടി എടുത്താലും മതി. ഇതുപോലെ നല്ല രീതിയിൽ റൗണ്ടായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ ഞാൻ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിക്കുന്നില്ല, ഒറ്റൊന്ന് മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ഇനി ഇത് ഞാൻ മുട്ടയിൽ അങ്ങനെ തന്നെ മുക്കിയെടുത്തിട്ട് ബ്രെഡ് പൊടിച്ചതിൽ മുക്കി കൊടുക്കുന്നുണ്ട്. ഈ ബ്രെഡ് പൊടിച്ചതിൽ മൊത്തത്തിലൊന്ന് പെരക്കി കൊടുക്കുന്നുണ്ട്. ഫുൾ കോട്ടേറ്റ് എടുക്കണം കേട്ടാ. ഇനി ഇത് നേരെ നെയ്യിലോട്ടേക്ക് മുക്കി പൊരിക്കുകയാണ് ചെയ്യേണ്ടത്. വലത്തേ കൈ കൊണ്ട് മുട്ട മുക്കിയിട്ടുണ്ടെങ്കിൽ ഇടത്തേ കൈ കൊണ്ട് ബ്രെഡ് പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ എല്ലായിടത്തും അത് പെരങ്ങിയിട്ട് വൃത്തിയേടാവില്ല. എണ്ണയിലിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കൂടി പോവണ്ട. ഇത് ഇട്ട പാടനെ ചിലപ്പോൾ കരിഞ്ഞു പോവും. അതുകൊണ്ട് തീ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. കുറേ നേരം വെച്ചിട്ട് ഇടുകയും ചെയ്യരുത് കേട്ടാ. ഈ ബ്രെഡിൻ്റെ എല്ലായിടത്തും നെയ്യ് വന്നു കഴിഞ്ഞാൽ നല്ലോണം പൊന്തി വരും കേട്ടാ. അപ്പം നമുക്ക് സുഖമായിട്ട് പൊട്ടിപ്പോന്നും ചെയ്യാണ്ട് കിട്ടും. ആദ്യം ഈ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര പണി പോലെയാണ്. പത്തിരി പ്രസ്സില്ലേ, ഈ പത്തിരിയെല്ലാം ചുടുന്ന അതിൽ ബ്രെഡ് പ്രസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കൽ. ഇപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നും പൊട്ടിപ്പോന്നും ചെയ്തില്ല കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ ബ്രെഡ് പകുതി ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഒരു കീസ് പോലെ കിട്ടിയിട്ടുണ്ട്, പോക്കറ്റ് പോലെ.
കഴിഞ്ഞ റമദാനിൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഡൈനാമൈറ്റ് സോസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ബ്രെഡ് എടുത്തു കഴിഞ്ഞാൽ 2 പോക്കറ്റ് കിട്ടും. അപ്പം നമുക്ക് 4 ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെല്ലാം ഷവർമ ഫില്ലിങ് നിറയ്ക്കുന്നുണ്ട്. ലാസ്റ്റ് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇതിൽ ചേർക്കണമെന്നേ ഇല്ല. നമ്മളെ റൂമിൻ്റെ തൊട്ട് താഴെ ഒരു ഈജിപ്ഷ്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ അവർ ഈ ഒരു സോസും പിന്നെ ചിക്കനും അതുപോലെ തന്നെ ഉപ്പിലിട്ട കുക്കുംബറും ഉപ്പിലിട്ട വേറൊരു ഐറ്റം കൂടിയും അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ സ്പൈസിയാണ് വാങ്ങിക്കൽ. ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട് എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ളത് ഇത് കഴിച്ചപ്പോൾ. അങ്ങനെ ഇത്രയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു അലങ്കാരത്തിന് മല്ലിച്ചപ്പ് വെച്ചതാണ്, പക്ഷേ കൂടിപ്പോയോന്നൊരു സംശയമുണ്ട്. ഇങ്ങനെ തോന്നിയോണ്ട് കുറച്ചങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് മാത്രം വെച്ചിട്ടുണ്ട്. നമുക്കിത്ര മതി, അധിക അലങ്കാരമൊന്നും വേണ്ട, അതാ നല്ലേ. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടാ. അതും നല്ല ചൂടാലെ ക്രിസ്പി ആയിട്ടുള്ളതാണ് 2 ഐറ്റവും. ഞാൻ നോമ്പറക്കുന്ന ടൈമിന് ആ ഒരു ചപ്പാത്തി വ്രാപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടില്ല ഈ പോക്കറ്റ് കാണാൻ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മക്കൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്രെഡ് പോക്കറ്റാണ്. വീണ്ടും എന്നെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ 4 വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അമനും ഹസ്ബൻഡും തറാവി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് കഴിച്ചിട്ടുള്ളത്. പള്ളി ഇവിടെ അടുത്തായതുകൊണ്ട് അവർ എല്ലാം പോവട്ടാ. ആ ടൈമിന് വരുമ്പം കൊണ്ടുവന്നതാണ് ഈ ഒരു കുഞ്ഞിപ്പത്തിൽ. നമ്മളെ കണ്ണൂരാര റെസ്റ്റോറൻറ്റ് തന്നെയാണ്. മോള് കുറേ ദിവസമായി കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുന്നത്. ബീഫ് കൊണ്ട് ഉണ്ടാക്കിയാലാണ് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക, ചിക്കനേക്കാളും. പിന്നെ ചിക്കൻ പൊരിച്ചിട്ട് ഉണ്ടാക്കണം. ചിക്കൻ പൊരിച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തിലും അതുപോലെ ബീഫ് വെച്ചിട്ടുള്ള എല്ലാം പ്ലേലിസ്റ്റിൽ നാടൻ ഫുഡ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലുണ്ടാവും കേട്ടോ. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നോമ്പിന് അധികവും നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ് കുഞ്ഞിപ്പത്തിൽ. കുഞ്ഞിപ്പത്തിൽ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. അങ്ങനെ നോമ്പിൻ്റെ 2 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇനിയും പുതിയ പുതിയ റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.